ഈ ജോസൂട്ടി ചെയ്യൊഴികയിൽ പലപ്പോഴും കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശങ്കയെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു കോടതി ഉത്തരവാണ്, അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്നലെ പുറത്തു വന്നത്. ഞാൻ അതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് അതിന്റെ 6ാമത്തെ പേജിൽ ഈ എന്തുകൊണ്ട് ഇവർ 950 പേരെ ഇവർ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, 2047 ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്നവരാരൊക്കെയോ അവരൊക്കെ ഈ 950 പേരുടെ ആ ലിസ്റ്റിലുണ്ട്. അത് ഇതര മതസ്ഥരാണ്, ഭൂരിഭാഗം പേരും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഒരുപക്ഷെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ അതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പാലാ പിതാവ് നാർക്കോട്ടിക് ആ ഒരു കെണിയെ കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഈ PFIയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിനെതിരെ പാലാ ബിഷപ്പ് ഹൗസിന്റെ മുമ്പിൽ കൊലവിളിയൊക്കെ നടത്തിയത്. അപ്പോൾ ഇതിന്റെ അകത്ത് വളരെ വ്യക്തമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ട. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യറിയിലേക്ക്, ആർമിയിലേക്ക്, പോലീസിലേക്കൊക്കെ അവരുടെ വിശ്വസ്തരായിട്ടുള്ള വ്യക്തികളെ തിരികെ കയറ്റാനുള്ള അജണ്ട ഇവർക്കുണ്ടായിരുന്നു എന്ന് ഇത് വളരെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കാഫറുകളായിട്ടുള്ളവരെ കൊന്നെടുക്കുക, ഒപ്പം തന്നെ ഇവരുടെ ഐഡിയോളജിക്ക് വിരുദ്ധമായി നിൽക്കുന്ന മുസ്ലിം മതവിശ്വാസികളെ പോലും ഇല്ലായ്മ ചെയ്യുവാനുള്ള അജണ്ടയൊക്കെ ഇവരുടെ പക്കലുണ്ട്. ഇത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതായത് 950 പേര് കൊലക്കത്തിക്ക് ഇരയാകാൻ അവർ ആ കൊലക്കത്തിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു സാഹചര്യം, ആ ഗൗരവമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇത് ചർച്ചയാക്കില്ല? നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ചീത്ത വിളിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ ആവേശമാണ്, ഇറാന് സപ്പോർട്ട് നൽകാൻ വലിയൊരു ആവേശമാണ്. ഇന്ന് കേരളത്തിലാണ് ഈ സംഭവം നടന്നത്. എന്തുകൊണ്ട് ഈ ഒരു അപജയം കേരള രാഷ്ട്രീയത്തെ ഒപ്പം തന്നെ നമ്മുടെ മാധ്യമ മേഖലയെ ബാധിക്കുന്നു? ഡോക്ടർ ജോസൂട്ടി ചെയ്യൊഴികയിൽ. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കേരള സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു സ്യൂഡോ സെക്യുലറിസമാണ്. അതായത് സ്യൂഡോ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെക്യുലറാണ്. എല്ലാവരും സെക്യുലർ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ചില മതങ്ങൾക്കെതിരെ പറഞ്ഞെങ്കിൽ മാത്രമേ അത് സെക്യുലറിസത്തിനെതിരാകുന്നു, അല്ലാതെങ്കിൽ അത് സെക്യുലറിസത്തിനെതിരാകുന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇസ്ലാം ആയി ബന്ധപ്പെട്ട് ലോകത്ത് എവിടെ എന്തു നടന്നാലും അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഉടനെ സെക്യുലറിസത്തിന് വിരുദ്ധനാണ്, അവൻ വർഗീയവാദിയായി. അതേസമയത്ത് ക്രൈസ്തവർക്കെതിരെയോ അതുപോലെ എന്തെങ്കിലും സമയത്ത് എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിന്റെ ആവശ്യമില്ല, അതൊരു കുഴപ്പമുള്ള കാര്യമാണ് എന്നുള്ള, അല്ലെങ്കിൽ അത് അവഗണിക്കേണ്ട കാര്യമാണ്. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. രണ്ടാമത്തെ സംഗതി, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എല്ലായിടത്തും ഇന്ന് കാണുന്നത്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആരെ പ്രീണിപ്പിച്ചാലാണോ അടുത്തതാണോ അധികാരത്തിലെത്താൻ കഴിയുക അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആ സോഷ്യൽ ഫാബ്രിക്കിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അത് പൊതു ധാരയിൽ നിൽക്കുന്നില്ല. അത് എന്ന് പറയുന്നത് ചില കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മുടെ ജനസംഖ്യാശാസ്ത്രം അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു മതവിഭാഗം, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗം വളർച്ച കാണിക്കും. ആ ഗ്രോത്ത് റേറ്റ് തന്നെ കാണിക്കുമ്പോൾ സ്വാഭാവികമായും അവരോടൊപ്പം നിൽക്കുകയും അവരെ തൃപ്തിപ്പെടുത്താവുന്ന എന്തോ അത് ചെയ്യുകയുമാണ് ചെയ്യേണ്ടതെന്നൊരു പൊതുധാരണ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരു പരസ്യമായിട്ടോ ചർച്ചയിലോ വിമർശനപരമായിട്ടോ എവിടെ പറഞ്ഞാലും അപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അതിനെയും ആ തരത്തിലൊരു ചർച്ചയോ ചിന്തയോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കാതെ തന്നെ അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. വളരെ ചുരുക്കം മാധ്യമങ്ങൾ മാത്രമാണ്, നമ്മുടെ ദീപിക പോലെ, ടിക്കിന പോലെ ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിന്റെ ഗൗരവം അതിൻ്റെതായ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തയ്യാറായിട്ട് വരുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഒരു ചെറിയ ശതമാനം, ഒരു 5% പേര് തീവ്രവാദികളാണ്, ഒരു 10% പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന 85% മിതവാദികളാണെങ്കിൽ പോലും അവർക്ക് ശബ്ദമില്ല, അവർക്ക് നിൽക്കില്ല, അവർ നിശബ്ദരാണ്. അവർ നിശബ്ദരായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ നിശബ്ദരായിരിക്കുമ്പോൾ ഈ 5%ത്തിന്റെ ശബ്ദമാണ് ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ 5% എന്ന് പറയുന്ന ആളുകൾ ബാക്കിയുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ആ 5% എവിടെയുമുണ്ട്. പോലീസിലുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കിടയിലുണ്ട്, മാധ്യമപ്രവർത്തകർക്കിടയിലുണ്ട്, പൊതുപ്രവർത്തകർക്കിടയിലുണ്ട്, സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുന്നവർക്കിടയിലുണ്ട്. അത് വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയാണ്. അജണ്ടയോട് കൂടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ പൊളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ജനാധിപത്യ ബോധം അല്ലെങ്കിൽ നിയമബോധം എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോകുന്നത്. ശരിക്കും നിയമപരമായി ആണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ ഇത്തരം ഒരു സംഗതി ഉണ്ടാവുകയില്ല. പക്ഷെ എന്താണ് കാണുന്നത്? എന്താണ് വസ്തുത? വസ്തുത എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിമിനലുകളാണെങ്കിലും അവരെ കണ്ടില്ല, പോലീസ് കണ്ടിട്ടില്ല അവരെ.
അതുപോലെ തന്നെ ഇപ്പോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ പറയുന്നത് വേറെ രീതിയിൽ ഒരു ആരോപണമായിട്ട് വരുമോ എന്ന് എനിക്കും അറിയത്തില്ല. എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ഈ ട്രാഫിക് നിയമ ലംഘനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മടിയുമില്ലാതെ ഈ ക്യാമറയുടെ കീഴെ കൂടെ ഹെൽമെറ്റ് ഇല്ലാതെ 3-4 പേര് പോകുന്നു. അപ്പൊ അവരെ ഒരിക്കൽ പോലും പോലീസ് പിടിക്കുന്നില്ല. അതേ സമയത്ത് അല്ലാത്തവരാരെങ്കിലും ഒക്കെ അതിനെ പോയി കഴിഞ്ഞാൽ അവരെ പോലീസ് പിടിക്കുന്നു. ഈ കടലാസ് അവിടെ അതിന്റെ കൺട്രോൾ റൂമിൽ എടുത്ത് അതിന്റെ ഉടമസ്ഥൻ ആരാന്ന് പരിശോധിക്കുമ്പോൾ തന്നെ അത് നമുക്ക് വേണ്ട ആൾക്കാരാണെങ്കിൽ അത് അയക്കാതിരിക്കുന്ന തരത്തിൽ അവിടെ വരെ ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് തീരെ അടിസ്ഥാനമില്ലാതെയല്ല ഞാൻ പറയുന്നത്. ഇതാണ് ഇവിടെ നിൽക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്, എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം? ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മുന്നോട്ട് വെക്കുന്ന മത തത്വചിന്ത തന്നെയാണ്. എന്താണ് മത തത്വചിന്ത എന്ന് പറയുന്നത്? ലോകം മുഴുവനും ഒരൊറ്റ മതത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗം. അപ്പൊ ഇവിടെ ഭൂമിയേക്കാൾ ഉപരി സ്വർഗത്തെ കൂടെ കാണിച്ചുകൊണ്ട് ലക്ഷ്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരമാണ്. അതുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത്. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ ആ തരത്തിൽ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടും നിയമത്തിന്റെ നിഷ്പക്ഷതയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുമാണ് പരിഹരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടും നിയമത്തിന്റെ നിഷ്പക്ഷതയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടും ഈ തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെയും അതുപോലെ തന്നെ മതമൗലികവാദ നീക്കങ്ങളെയും തടയിടേണ്ടത് രാജ്യത്തെ നിഷ്പക്ഷമായ നിയമവ്യവസ്ഥയാണ്. അതിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥരും പോലീസും അതുപോലെ തന്നെ ജുഡീഷ്യറിയും അതുപോലെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉണ്ട്. അപ്പോ ആരെങ്കിലും ഈ ഈ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ ടാർഗറ്റ് ചെയ്യുക, കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പൊതു നിലപാടാണ്. അത് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലൊക്കെ ഒരു പൊതു നിലപാടാണ്. അത് ഏതുതരം തീവ്രവാദികളാണെങ്കിലും. അതുകൊണ്ടാണല്ലോ നക്സലുകൾ ഓരോരുത്തരുടെ വീട്ടുകളിൽ കയറി ചെന്ന് ആ ഒറ്റയാളെ മാത്രമേ നോക്കുന്നു, ബാക്കിയുള്ളവർക്ക് മുഴുവൻ ഭീതി പകർത്തുന്ന രീതിയിൽ നക്സലുകൾ പ്രവർത്തിച്ചത്. അതൊരു തരം കോർണറിംഗ് ആണ്. അതേമാതിരിയുള്ള ഒരു കോർണറിംഗ് ആണ് സോഷ്യൽ മീഡിയയിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പരസ്യമായിട്ട് പറയുകയും ഞാൻ പറയുന്നതിനകത്ത് എങ്ങാനും ഒരു ഇസ്ലാം വിരുദ്ധമാണെന്ന് തോന്നത്തക്ക രീതിയിൽ എന്തെങ്കിലും, ഇസ്ലാം വിരുദ്ധമല്ല നിയമവിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമാണോ എന്നൊന്നും തോന്നത്തക്ക രീതിയിൽ ഉണ്ടാവുകയും അത് ഇസ്ലാമിന്റെ ആരെങ്കിലും അതിൻ്റെ അകത്ത് ഒരു കക്ഷിയാകുകയും ചെയ്തതല്ല എന്നെ കോർണർ ചെയ്യും. അപ്പൊ ഇത് തീർച്ചയായും മാറ്റണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട കുറച്ചുകൂടെ ഉയർന്ന ഒരു മൂല്യബോധമുണ്ട്, ഒരു ജനാധിപത്യ മൂല്യബോധമുണ്ട്. ആ ജനാധിപത്യ മൂല്യബോധം ഉണ്ടെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ഞങ്ങൾ വോട്ട് തന്നേക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോട്ട് വേണ്ട, തീവ്രവാദികളുടെ വോട്ട് കൊണ്ട് ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവും ഒരു രാഷ്ട്രീയ പാർട്ടി കാണിക്കും. അത് ഇടതുപക്ഷവും വലതുപക്ഷവും കാണിക്കുന്നില്ലെന്നുള്ളതാണ്. ഒരിടത്ത് SDPI ആണെങ്കിൽ മറുവശത്ത് ജമാഅത്തായിട്ട് അവർക്ക് വോട്ട് വേണം. അപ്പോ ആരെ പ്രീണിപ്പിച്ചാലാണോ മുന്നോട്ട് പോകാൻ പറ്റുന്നത് അതെന്നുള്ളതാണ്. ഈ ഒരു സമീപനത്തെ നമുക്ക് ബോധവൽക്കരണം കൊണ്ട് മാത്രം അത് മറികടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ബോധവൽക്കരണത്തോടൊപ്പം ശക്തമായ നിയമവാഴ്ചയും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ കോടതികളുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോടതികൾ ഉള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇത്രയെങ്കിലും കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇവിടെ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ NIAയുടെ റോളും ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. പക്ഷേ NIA മറ്റു ചില കാര്യങ്ങളിൽ അവര് പ്രതിക്കൂട്ടിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NIAയുടെ കാര്യങ്ങളിൽ എല്ലാം മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്ന NIAക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനും ഒരു പക്ഷേ കുറച്ച് ശബ്ദം കിട്ടും. NIA എല്ലാ കാര്യത്തിലും അവര് കൃത്യത സത്യസന്ധരല്ല എന്നൊരു വസ്തുത വരുമ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം അവർ സത്യസന്ധരാണെന്ന് പറയാൻ പറ്റില്ല എന്ന അവർക്കെതിരെയുള്ള ഒരു ആരോപണവും ആക്ഷേപവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ ഒരു സാമൂഹിക സാഹചര്യത്തിലേക്കാണ് ഇന്നിപ്പോ ഇന്ത്യ മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിലുള്ള ഈ പോക്കിന് തടസ്സമുണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയിരിക്കുന്നത് ഇവിടെ ഇരകളാക്കപ്പെടുന്ന ജനസമൂഹവും ഇരകളാക്കപ്പെടുന്ന സമുദായങ്ങളും അവർ ഇരകളാക്കപ്പെടുന്നതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് ജനാധിപത്യ മൂല്യത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇരകളാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ പുറകോട്ടടിക്കപ്പെടുകയോ ഇവിടെ ഭീഷണിപ്പെടുത്തി വിധേയരാക്കപ്പെടുകയോ ചെയ്യുന്ന ജനവിഭാഗങ്ങളും അവരുടെ സമുദായ അല്ലെങ്കിൽ മത നേതൃത്വങ്ങളും ഈ കാര്യത്തിൽ ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടൊരു ബദൽ വർഗീയതയല്ല ഞാൻ പറയുന്നത്. ബദൽ വർഗീയതയ്ക്ക് ഒരിക്കലും പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ബദൽ വർഗീയതയ്ക്കുപരി ബോധം ആർജിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങാൻ തയ്യാറാകുന്ന ഒരു സമീപനമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. എനിക്കൊന്ന് ഇത്തരം ഡിബേറ്റുകളൊക്കെ ഒരു പക്ഷേ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റും. ആ തരത്തിൽ ഉണ്ടാകുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ മതനിരപേക്ഷ ഭരണ രീതി പോഷിപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും അത്. അങ്ങനെ മതനിരപേക്ഷ ഭരണ രീതി പോഷിപ്പിക്കാൻ തക്ക തരത്തിലുള്ള ഒരു ബ്യൂറോക്രസിയെ വാർത്തെടുക്കുക എന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്കാണ് ഈ തരത്തിലുള്ള ഇടപെടലുകളിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരേ സമയത്ത് പൊതുസമൂഹത്തിന്റെ ഇടയിലും ബ്യൂറോക്രസിക്കിടയിലും അതുപോലെ തന്നെ ഗവൺമെന്റ് അതായത് രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലും ഭരണ നേതൃത്വത്തിനിടയിലും
ആശയപ്രചരണം നടത്തുക എന്ന ബൃഹത്തായ ഒരു കർത്തവ്യം ചെയ്തേ മതിയാവും. ഇത് ചെയ്യുന്നത് ആരാണ്? ഇത് ചെയ്യുന്നത് ഒരിക്കൽ പോലും മറ്റാരും ഇത് ചെയ്യില്ല. ആരൊക്കെയാണോ ഇത്തരത്തിലുള്ള നീക്കത്തിന്റെ ഇരകളാക്കപ്പെടുന്നത് അവർക്ക് മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഗുണകരമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ആർജവത്തോടു കൂടി ഒരു ജനവിഭാഗം ഉയർത്തെഴുന്നേറ്റെങ്കിൽ മാത്രമേ ഇതിന് പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ സിറിയയിലൊക്കെ കണ്ടതുപോലെ, ദമാസ്കസിൽ കണ്ടതുപോലെ നിശബ്ദരായി പ്രഘോഷിക്കപ്പെടാത്ത രക്തസാക്ഷിത്വങ്ങളായി ആരാലും പരിഗണിക്കപ്പെടാത്തവരായി ദുർബലരെന്ന് മുദ്രകുത്തിക്കൊണ്ട് അപ്രത്യക്ഷമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിൽ നിന്നും ഒക്കെ അപ്രത്യക്ഷരാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്.